നേരെ കോഴിക്കോട്ടേക്ക് പോയാൽ കുണ്ടുങ്ങലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. നിരന്തരം ഉപദ്രവം നടത്തിയ ഭർത്താവിനെതിരെ ഭാര്യ ജാസ്മിൻ പരാതി നൽകി. നൌഷാദിനെ ചെമ്മങ്ങാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ വേറെയും കേസുകൾ നിലവിലുണ്ട്. ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, ഓരോ വാർത്തകളായി പുറത്തുവരികയാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഗാർഹിക പീഡനങ്ങളെയും ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെയും ഒക്കെ വാർത്തകൾ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിന് പിന്നിൽ എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല വിധത്തിൽ പല വീടുകളിൽ സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള സംഭവം അത് പുറത്തേക്ക് വരുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുണ്ടുങ്ങലിലെ ജാസ്മിൻ്റെ പരാതി എന്ന് പറയുന്നത് ഭർത്താവ് നിരന്തരം തന്നെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അവർ ഇരുവരും താമസിക്കുന്ന വീട്ടിലേക്ക് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും എത്തുന്നത്. അത് എത്തിയതിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭർത്താവ് ജാസ്മിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചു. കൊലപാതക ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ജാസ്മിൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ ചെമ്മങ്ങാട് പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും പ്രതി നൌഷാദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് വീട് വിട്ടുപോയ നൌഷാദ് തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് എത്തുകയും കയ്യിൽ ഒരു കുപ്പി പെട്രോൾ കരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയം കൊണ്ട് വീടിന്റെ വാതിൽ തുറന്നില്ല എന്നുള്ളതാണ് FIR-ൽ ജാസ്മിൻ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി പിന്നീട് ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിക്കുകയും അത് കത്തിക്കുകയും ചെയ്തു എന്നുള്ളത് കൂടിയാണ് FIR-ൽ പറയുന്നത്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇതിനോടകം തന്നെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ ജയിലിലേക്ക് നൌഷാദിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നൌഷാദ് നേരത്തെ ലഹരിക്ക് അടിമയാണ്. അങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് മുതിരുന്നത് എന്നുള്ള ആക്ഷേപവും കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് പോലും സംഭവങ്ങൾ തുടർക്കഥയായി മാറുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനും സാധിക്കുക. തീർച്ചയായും ഇതിൽ ഈ ഭർത്താവിന് നിരവധി കേസുകൾ അയാൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്.